വിവാദങ്ങൾക്കിടെ താരസംഘടനയായ അമ്മയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമ വിലക്ക്. പ്രസിഡന്റാണ് ഔദ്യോഗിക വക്താവെന്നാണ് വിശദീകരണം. ഓഫീസിലെ CCTV ക്യാമറകളെ ചൊല്ലിയും വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയും തർക്കമുണ്ട്. സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന മന്ത്രി PC വിശ്വനാഥ് പ്രതികരിച്ചു. അമ്മയിലെ ചേരിപ്പോരും തർക്കവും കൂടുതൽ രൂക്ഷമായതോടെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ പരസ്യ പ്രതികരണങ്ങൾ നേതൃത്വം വിലക്കിയത്. സംഘടനയുടെ വരവ് ചെലവ് കണക്കുകളിലെ സുതാര്യതയെ ചൊല്ലിയും ഓഫീസിലെ CCTV ക്യാമറകളെ ചൊല്ലിയും ഒരു വിഭാഗം രംഗത്തെത്തി. ഭരണസമിതി പരദൂഷണ സമിതിയായി മാറിയെന്നും പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും മല്ലിക സുകുമാരൻ. ദയവ് ചെയ്ത് ഇതിന്റെ വലിയ പദവിയിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അവരില്ലാതെ ഈ സംഘടന പോകത്തില്ല എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന വലിയ താരങ്ങൾ ഇത് പിരിച്ചുവിട്ട് ദൈവത്തെ വിചാരിച്ച് വേറെ ഒരു പുതിയ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. ക്ഷേത്ര സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നടി മാലാ പാർവതി. ക്ഷേത്രത്തിൽ നിന്നും സ്പോൺസർഷിപ്പ് വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉടലെടുക്കുന്നു. പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് പോയി. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻസിബ പോലീസിൽ പരാതി നൽകണമെന്ന് നടൻ ജോയ് മാത്യു. ഒരാളെ വർഗീയവാദി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. അപ്പോൾ അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസാണ് കേസെടുക്കേണ്ടത്. പ്രശ്നങ്ങൾ സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്യണമെന്ന് നടനും MLA-യുമായ രമേശ് പിഷാരടി. പൊതുജനങ്ങൾ ഇത്രയധികം കമന്റ് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളെ എത്തിക്കേണ്ടതില്ലെന്നും അത് എത്രയും പെട്ടെന്ന് സംഘടനയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യുകയും പരിഹരിക്കണം ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബജറ്റിന് മുന്നോടിയായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമാകുന്ന ഏത് ഘട്ടത്തിലും ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകും. റിപ്പോർട്ടർ, കൊച്ചി.